എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു മുട്ട റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സവാളയോ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല. പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് തട്ടിക്കൂട്ട് മുട്ട റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കൂടുതൽ ടേസ്റ്റ് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം ഗരം മസാല ആയാലും ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. എന്നതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. കരിഞ്ഞു പോവാതെ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടുന്നവരെ ഒന്ന് മുരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പൊടികൾ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് ഞാനൊരു 4 കോഴിമുട്ട പുഴുങ്ങി അതേപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ 1-2 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയൊക്കെ ഹാർഡായി പോവും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്